24 ഏജ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ വർധനവാണ്. ലൈംഗിക പരീക്ഷണങ്ങളിൽ അവർ വല്ലാതെ ആസക്തരാവുകയും അല്ലെങ്കിൽ അതിനകത്തൊരു നിയന്ത്രണ രഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. ലൈംഗിക മനോഭാവത്തിൽ വന്നൊരു മാറ്റമാണ്. അതിൻ്റെ അപ്പോസ്തലന്മാർ ഈ നാട്ടിൽ പലരും ഉണ്ട്. അതിൻ്റെ ഭീകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അർദ്ധരാത്രിക്ക് ശേഷം സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാനും അവരുമായി സംസാരിക്കാനും വളരെ ചെറിയ പണം നൽകിയാൽ സാധിക്കുന്ന കുട്ടികളടക്കം അത്തരം വഴികളിലേക്ക്, അത്തരം ഒരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോവുകയും അവർ പിന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയത്തിനപ്പുറം അതീവ ഗുരുതരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിലുള്ള അത് ബാധിച്ച ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് എയ്ഡ്സ് പകരുന്നത് എന്ന കാരണങ്ങൾ കൂടി നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകളിൽ, അതുപോലെ തന്നെ ലഹരി കുത്തിവെപ്പ് നടത്തുന്ന ആളുകളിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തീർച്ചയായും വളരെ കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ധാർമ്മികത പുറത്ത്, ഈ എയ്ഡ്സ് അകത്ത് എന്ന നിലയ്ക്ക് ഒരു കമൻറ്റ് ഈയിടെ കാണുകയുണ്ടായി. ഈ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ പഴഞ്ചന്മാരായും അതുപോലെ തന്നെ അവർ പുരോഗമനത്തിന് എതിർവാദിക്കുന്ന ആളുകളായും ഒക്കെ ചിത്രീകരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഉപോത്ബലകരമായിട്ടാണ് മറുവശത്ത് നമ്മൾ എയ്ഡ്സിൻ്റെ വർധനവ് കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുക? ജീവിതശൈലി മാറണമെന്നാണ് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ്. എനിക്ക് യാതൊരു സംശയവും ആർക്കുമില്ല. ഏറ്റവും കൂടുതൽ എന്താണ്, അതായത് ഒന്നിലധികം മറ്റേ പങ്കാളികൾ, അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, പിന്നെ നേരത്തെ പറഞ്ഞ സ്വർഗ സെയിം ഇതുകൾ, പിന്നെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പങ്കാളികളിൽ നിന്നോ അല്ലെങ്കിൽ നീഡിൽ നിന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വളരെ ക്ലിയറാണ് ഈ പറയുന്ന നമ്മുടെ ഈ ലൈംഗിക ബന്ധങ്ങളുടെ സ്വഭാവം മാറാത്തിടത്തോളം ഇതിനകത്ത് യാതൊരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു ഒരു വലിയ അപകടകരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഇന്ത്യ അതുപോലെ ഈ സബ് സഹാറൻ റീജിയനിലോ ഏഷ്യയിലൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ കൂടുതലായിട്ടും സ്ത്രീയും പുരുഷനും നമ്മൾ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് എയ്ഡ്സ് പകർന്നിരുന്നത്. അതൊരു 10-70% അതാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന പുരുഷനോടുള്ളതെന്നൊക്കെ പറയുന്നത് 20-25% നിന്നിരുന്നതാണ്. ഇവിടെ നമ്മുടെ അതിനേക്കാളും കുറവായിരുന്നു അർത്ഥം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ അപകട വശമെന്ന് പറയുന്നത്, ഇത് 2022 ഈ MSM 9% പുരുഷനോടുള്ള 9% 25 അത് 29% മാറി. അതായത് ഏപ്രിൽ ജൂൺ 26 31% കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ പാശ്ചാത്യ ലോകത്ത് ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ 70% ഈ MSM-ഉം ബാക്കി 10-20% ഹെട്രോസെക്ഷലാണ്. നമ്മൾ അത്തരമൊരു പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണോ എന്നുള്ള ഒരു അപകടകരമായിട്ടുള്ള സംഭവം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15-24 ഏജ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ വർധനവാണ്. എന്നുവെച്ചാൽ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ഈ ജാഗ്രത നഷ്ടപ്പെടുകയും ഇത്തരം പരീക്ഷണങ്ങളിൽ, ലൈംഗിക പരീക്ഷണങ്ങളിൽ അവർ വല്ലാതെ ആസക്തരാവുകയും അല്ലെങ്കിൽ അതിനകത്തൊരു നിയന്ത്രണ രഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ലൈംഗിക മനോഭാവത്തിൽ വന്നൊരു മാറ്റമാണ്. അതിൻ്റെ അപ്പോസ്തലന്മാർ ഈ നാട്ടിൽ പലരും ഉണ്ട്. ഇവിടെ ലൈംഗിക ദാരിദ്ര്യമാണ്, അതിന് പരിഹാരം എന്താണ് ഉണ്ടാകണം എന്നൊക്കെയുള്ള ഇതുകൾ, അതുപോലെ ഏത് രീതിയിലും എന്ത് ചെയ്യാം, ആളുകൾക്ക് അതിനുള്ള അനുവാദം ഉണ്ടാകണമെന്ന് വാദിക്കുന്ന ആളുകൾ. എന്തായാലും കൂട്ടത്തിൽ ഇവിടെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ കൃത്യമായും പോലീസ് ഇപ്പോൾ തൂഫാനെതിരെ നടക്കുന്ന ഇതുപോലെ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളിൽ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒന്ന്. ഇതുപോലെ ട്രാവൽ വിത്ത് സ്ട്രേഞ്ചേഴ്സ്, എന്തോ ഒരു സുഖമുള്ള പദപ്രയോഗമാണ്. അതായത് അതിനകത്ത് അവരെപ്പോൾ മാത്രം സ്ട്രേഞ്ചേഴ്സ് ആവുന്നത് ആ തുടക്കത്തിൽ, പിന്നെ അവർ പരിചയപ്പെടൂലേ.
നമ്പർ കൈമാറില്ല. സെക്കൻഡുകൾ മതി. അതെ. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടില്ലേ? വളരെ സുരക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള അധാർമിക ബന്ധങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ വെക്കുക എന്നുള്ള ഒരു തരം ഗ്ലോറി ആയിട്ടാണ് പലരും കൊണ്ടു കിടക്കുന്നത്. സ്വാപ്പിങ്, മറ്റ് പല ഇതുകളുണ്ട്. ഇത്തരം പല രീതിയിലുള്ള ലൈംഗിക പരീക്ഷണങ്ങളിലേക്ക് നമ്മുടെ സമൂഹവും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പല വാട്സപ്പ് കൂട്ടായ്മകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളോ ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെയാണ് ബാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ ശക്തമായ ചില നടപടികളിലൂടെ മാത്രമേ എന്തിനോ തടയിടാൻ പറ്റുള്ളൂ. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജാഗ്രത അല്പം നഷ്ടപ്പെട്ടുവോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം നേരത്തെ വലിയ ബോർഡുകളൊക്കെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോഹൻലാലൊക്കെ തന്നെ പരസ്യത്തിൽ വന്ന് പറഞ്ഞിരുന്നതൊക്കെ അതൊക്കെ എന്തോ കുറച്ച് അപ്രത്യക്ഷമായൊരു സംശയമുണ്ട്. പകരം കോണ്ടം വിതരണം ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെയുള്ള ചിന്ത ആർക്കൊക്കെ ഉണ്ടായിരിക്കണം. എന്തായാലും ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ, നയനിലപാടുകൾ, ഈ ലൈംഗിക മനോഭാവത്തിലുള്ള മാറ്റം ഇതൊക്കെ വന്നേ മതിയാവും. യങ്സ്റ്റേഴ്സിനെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ചർച്ചയുടെ തുടർച്ചകളിലേക്ക് നമ്മൾ വരുമ്പോൾ കേരളത്തിൻ്റെ അടക്കം ഒരു സമീപകാല ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ LGBTQ ആക്ടിവിസം എന്ന ഓമനപ്പേരൊക്കെ ഇട്ട് ഇത്തരം അധാർമികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആണും തമ്മിൽ പെണ്ണും തമ്മിലുള്ള ലൈംഗികതയൊക്കെ ഒരു നോർമലൈസ് ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ കാല ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നമ്മുടെ എയ്ഡ്സിൻ്റെ വർധനവ് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വർദ്ധിക്കുന്നു എന്നതും ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്? വളരെ ശരിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ലോകാടിസ്ഥാനത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞ LGBTQ ആക്ടിവിസം വന്നു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് അത് പടർന്ന് വ്യാപിച്ചു. അവരൊരു കമ്മ്യൂണിറ്റിയായി അംഗീകരിക്കപ്പെടേണ്ടത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള അവരെ ആ നിലക്ക് തന്നെ വലിയ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിയായി പരിഗണിക്കപ്പെടുന്നു. അതിലിപ്പോൾ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വസ്തുതയെ അല്ലെങ്കിൽ പിന്നെ അത്തരം ഒരു ഹെൽത്തിയായ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സാഹചര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ മറവിൽ കടത്തി കൂട്ടുന്ന ഒട്ടേറെ തിന്മകൾ, ഒട്ടേറെ വൈകൃതങ്ങൾ, ആ വൈകൃതങ്ങളുടെ ഒരു അനുരണ ഫലമാണ് സത്യത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കേരളത്തിൽ കണക്ക് പരിശോധിച്ചാൽ 1000-ന് മുകളിലേക്കാണ് ഓരോ വർഷവും എയ്ഡ്സ് രോഗികളുടെ എണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്. 2015 മുതൽ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിളാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ പിന്നെ കുറച്ചു കാലമായി ഈ സിനിമകളിലും അതേപോലെ തന്നെ സീരീസുകളിലും നോവലുകളിലും എഴുത്തുകളിലും എഴുത്തുകാരുടെ സംസാരങ്ങളിലും പൊതുരംഗത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നിടത്തെല്ലാം ഈ ഹെറ്ററോസെക്ഷുവാലിറ്റിയെ പോലെ സമൂഹത്തിൽ പരിഗണിക്കപ്പെടേണ്ട, സമൂഹത്തിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഇങ്ങനെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളെന്ന് പരിചയപ്പെടുത്തുന്ന പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും തോന്നുന്ന ലൈംഗികത എന്ന് വലിയ നിലക്ക് അതിനെ എംഫസിസ് ചെയ്യുകയും അതൊരു നോർമലായ അവസ്ഥയായി പരിഗണിക്കാത്തവരെ ഏതോ 6-ാം നൂറ്റാണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തള്ളിക്കളയാനുള്ള സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയെ കെയർ ചെയ്യുകയും ഇവിടെ സമൂഹം നിലനിർത്തി പോന്നിരുന്ന വലിയ ഒരു ദൗത്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളം പോലെയൊക്കെയുള്ള എഡ്യൂക്കേറ്റഡായ സാമൂഹ്യമായി വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ അളവിൽ പരിഹരിക്കപ്പെട്ടു പോന്നിരുന്ന കുടുംബത്തിനകത്ത് തന്നെ ഡിസ്കഷനുകളിലൂടെയും അതേപോലെ തന്നെ ചികിത്സകൾ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പരിഹരിക്കപ്പെട്ടു പോന്നിരുന്ന കാര്യത്തെ ഒരാവശ്യവുമില്ലാതെ അവർക്ക് കുറേ കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുകയും വളരെ വലിയ അജണ്ടകൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് വളരെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു ദുരന്തം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുരന്തത്തെ ആര് കാണുന്നു? ഈ ദുരന്തത്തിൻ്റെ ശിക്ഷകൾ എന്ന നിലക്ക് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ വലിയ നിലക്കുള്ള ഈ രോഗാവസ്ഥകളെയും അവർക്ക് പിന്നീട് ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്നതിൻ്റെ
ഈ ദുരന്തത്തെ ആരാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടോ? ഈ കമ്മ്യൂണിറ്റികളെ പോലുള്ള ആളുകൾ ഇല്ല. അവർ എല്ലാം പിൻവാങ്ങുകയും ഇങ്ങനെയുള്ള വലിയ ഒരു സെക്ഷൽ അഡിക്ഷൻ എന്നുള്ളത് വലിയ നിലക്ക് സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മറ്റ് അഡിക്ഷനുകളെ പോലെ വലിയ അളവിൽ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പങ്കാളി എന്നുള്ളത് കേവലമായ ഒരു പേരുമായി മാറുകയും പല പങ്കാളികളിലേക്കും പല പേരുകളിൽ അതിനൊക്കെ വലിയ നോർമലൈസേഷൻ ലഭിക്കുകയും ഇവിടെ നേരത്തെ തൂഫാനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം സൂക്ഷ്മമായ നിരീക്ഷണങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുകയും അതിനൊക്കെ അംഗീകാരം ലഭിക്കുന്നത് പോലെ ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന പല സ്ത്രീകളെയും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ വരികയാണ്. അല്ലെങ്കിൽ വളരെ ചെറിയ അതിൻ്റെ ഭീകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അർദ്ധരാത്രിക്ക് ശേഷം സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാനും അവരുമായി സംസാരിക്കാനും വളരെ ചെറിയ പണം നൽകിയാൽ സാധിക്കുന്ന കുട്ടികളടക്കം ഇത്തരം വഴികളിലേക്ക് അത്തരമൊരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോവുകയും അവർ പിന്നെ ഒരു ഫിസിക്കലി ഒരാളുമായുള്ള റിലേഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അതിനെന്ത് വില കൊടുത്തും എനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടാകണം എൻ്റെ വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വളരെ വലിയൊരു ചൂണ്ട ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ പോകാതിരിക്കാനുള്ള ഒരു വലിയ താക്കീതായി തന്നെ നമ്മൾ ഇത്തരം വാർത്തകളെ കാണുകയും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അത് നമ്മുടെ രക്ഷിതാക്കളെ ഈ പ്രാദേശികമായ ഒരു അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന വലിയ ഒരു അജണ്ടയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഏറ്റവും മൈനറായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന്, നമ്മുടെ ചെറിയ ലൊക്കാലിറ്റിയിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, നമ്മുടെ സംഘടനാ വൃത്തങ്ങളിൽ വെച്ച് നമുക്കിതിനെ ചേർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ. നമുക്കിതിന് ഇതിന് നേരെ എതിരായിട്ടുള്ള വലിയ അജണ്ടകൾ നിർമ്മിക്കാനോ വലിയ മാധ്യമ സ്ഥാപനങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനോ സാധ്യമായില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഇതിനെ ചെറുക്കാൻ നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ വീട്ടകങ്ങളിലും കൃത്യമായ ധാർമ്മിക നിഷ്ഠ പുലർത്തുന്ന, അതിന് കർക്കശമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള നിരന്തര പ്രചാരണങ്ങളിലൂടെ മാത്രമേ ഇത്തരം വലിയ വിപത്തുകളിലേക്ക്, മാറാരോഗങ്ങളിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയും സമൂഹവും മാറിപ്പോകുന്നതിന് നമുക്ക് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നിരന്തരം തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് തുടർച്ചയായി വരുന്ന ഈ വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത്.